നമ്മൾ കശ്മീർ ദർഗയിൽ നിന്നും നെല്ലൂർ ദർഗയിലേക്ക് പോകണം കേട്ടോ. ആന്ധ്രാപ്രദേശിലാണുള്ളത്. അപ്പോൾ കശ്മീർ ദർഗൻ്റെ കവാടമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ യാത്രയിൽ കണ്ടതാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള കൊട്ടകൾ വിൽക്കുന്ന ഒരു സ്ഥലം. സിമ്പിൾ കച്ചവടങ്ങൾ കേട്ടോ. നോക്കാണി ഈ ഒരു വില്ലേജിലാട്ടോ ഉള്ളത്. വില്ലേജിൻ്റെ അവസ്ഥ ഒക്കെ നോക്കി. ഇവിടെ എന്തോ സംഭവിച്ചിട്ടേ ഡ്രൈവറിനെ പിടിച്ച് അടിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ വണ്ടിയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് ഡ്രൈവറിനെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ല. ഡ്രൈവറിനെ പിടിച്ചത് അടോറട്ടി. ഈ രണ്ട് വണ്ടികളും ബ്ലോക്ക് ആക്കിയിട്ടാണ് അടിക്കണത്. ഈ വണ്ടിക്കാരനാട്ടാ. ഈ പോകുന്ന മെയിൻ റോഡിലുള്ളത് ഇത് നേരെ നെല്ലൂർക്ക് പോണ റോഡാണ് കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ ഉണ്ട് ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ഇവിടെ ഇതുപോലെ മഹേന്ദ്രൻ്റെ ഒരു വലിയ ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ലോറിൻ്റെ. ഇങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു ഹനുമാൻ്റെ രൂപട്ടാ. നല്ല സൈസുള്ള രൂപം. ഇവിടെ കൂടുതലും ഹനുമാൻ്റെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നത്. ആന്ധ്രാപ്രദേശിലെ നിങ്ങളെ അഭിപ്രായത്തിൽ എന്തെല്ലാം കാണാണ്ടെന്നുള്ളത് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കട്ടോ. നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളാണ് നമുക്ക് പോയി കാണാനാണ്. ഏകദേശം ഒരു 1-2 മാസം ഇവിടെ കാണുമേ. ഈ കാണുന്നത് ആന്ധ്രാപ്രദേശ് നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടതാണ് ഒരു രൂപ ഇതുപോലെ കവറിട്ട് പോയിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നേരെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയൊരു ഷെഡ് കാണാണ്ട് കേട്ടോ. ആ ഷെഡിലേക്കാണ് നമ്മൾ പോണത്. എൻ്റെ ബാക്കിൽ കാണണേ അലങ്കാരപ്രദമായിട്ടുള്ള ഒരുപാട് പ്രതിമകളുള്ളൊരു നിർമ്മിതി ചെയ്യണ ഏരിയയിലാണ് കേട്ടോ. പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയിലാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഷെഡ് ഇങ്ങനെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചതാണ്. പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു ഏരിയയിലാണ് പണി പൂർത്തിയായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഒക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ആ തല വരെ ഉണ്ട് കേട്ടോ. ഒരു തലക്കെന്ന് ഇങ്ങനെ കണ്ടോളി. എല്ലാം അതിൻ്റെതായ ഡിസൈനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രസമുണ്ട് നോക്കാണേ. ഒക്കെ ആനയുടെ രൂപമാണ് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ചെറുത്, ഈ സൈഡിൽ കുറച്ച് വലുതിട്ടാ. ഇനി അപ്പുറത്ത് കിടക്കുമ്പോൾ ഇതിലും വലുതാവാനാണ് ചാൻസ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളോട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണം. അതാണ് ഈ കൊടുക്കുന്നത് കറക്റ്റായിട്ട്. ആ മാലൻ്റെ ആ സ്ട്രെച്ചിങ് വലിയ ഉണ്ടാക്കാണ് കേട്ടാ. അപ്പോൾ ഇത്രയും ഏരിയയിലുണ്ട് കേട്ടോ പ്രതിമകള്. ഇവിടുത്തെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് കണ്ട് ഇവിടെ ചെറുതിട്ടാ. ഇവിടെ 2 വലുതാണെങ്കിലും ഇപ്പുറത്തേക്കില്ലാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറുത്, പിന്നെ വലുത്, അതിൻ്റെ വലുത്, ഇങ്ങനെ വലുതായിട്ടാട്ടോ കിടക്കണത്. ഇതൊക്കെ ഏറ്റവും വലുതാട്ടെ ഈ തുടക്കത്തിലുള്ളത്. അപ്പോൾ മൂപ്പര് നമുക്ക് അവിടെ നിന്ന് കാണിച്ചെന്നില്ലേ പെയിൻ്റ് അടിച്ചത്. ഇതൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുള്ളതാണ് കേട്ടോ. ഈ നിർമ്മിതികളൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് രസമുണ്ടെന്നുള്ളത്. ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. വലിയ നല്ല വലുപ്പമുള്ള രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. എന്തൊക്കെയാണ് ഇതൊക്കെ വലുതാണ് കേട്ടോ. ജെസ്സി അജ അവിടെ നിൽക്ക്, കാണിച്ചു വെക്കാം. മോനിസ് നിൽക്കണ നോക്കാണേ. മോനിസിനെ അങ്ങോട്ട് വെച്ചോക്കാണേ എന്ത് വലുപ്പമുണ്ടെന്നുള്ളത്. രാജസ്ഥാൻ का मट्टी. അപ്പോൾ ഇവര് പറയണ എന്താ അറിയോ? അതിന്റെ ബാക്കിലുള്ളത് അയോധ്യ ടെമ്പിളിന്റെ രൂപരേഖയാണ് ബാക്കിലുള്ളത് കേട്ടാ. അതിനോട് സാദൃശ്യമാക്കിയിട്ടാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. രാംരു പിന്നെ അഞ്ജനസ്വാമിയാണ് ഇത് എന്നിട്ട് പറയണത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലല്ലോ. ഹനുമാൻ. താങ്ക്സ്. അപ്പോൾ ഇവരെ വിശേഷങ്ങളൊക്കെ ആയിട്ടെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫുള്ള് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏക്ക് ബഡ വാല കിतना पैसा मिला? एक बड़ा वाला कितना पैसा है? साइज पे रेट है. हाँ ये साइज का 5000 से 55000 तक है. 55,000 मिला. हाँ ओके 5000 से 55,000. हाँ बस. ആ ഓക്കെ. അപ്പോൾ 5000 മുതൽ 55,000 വരെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. 55,000. ആ ഓക്കെ.
ഈ പെയിൻറ്റുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള പെയിൻ്റാണ് കേട്ടോ. അതായത് മഴ കൊണ്ടാൽ പോവില്ല, നല്ല മിനുസമായിട്ടുള്ള പ്രതലം കേട്ടോ. നോക്കുകയാണെങ്കിൽ മാലൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഈ പെയിൻ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ചെറുതാളില്ലെന്ന് ചോദിക്കണവർ കേട്ടാ, ചെറുതാൾ ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് വലിയ പരിപാടി മാത്രമേ ഉള്ളൂ. കണ്ടാണ് ഇത് കണ്ടപ്പോഴാണ് അത്ഭുതമായി തോന്നിയത്. ഓരോ കട്ടിങ്ങും നോക്കി നിങ്ങൾ. ഇവിടെ ഒന്നും കയ്യും പിന്നെ തുമ്പിക്കൈ ഇല്ല കേട്ടോ. അതാണ് ഈ ഇരിക്കണത്. ഇത് ഇനി അതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുക. ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ഇനി അതിമൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ തല വരണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ഷെഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏകദേശം 50,000 രൂപയാണ് കേട്ടോ പറഞ്ഞത്. ഇത് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടുള്ളത്. ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളിട്ടാ. കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിങ്ങിൽ ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മുടെ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മുടെ യാത്രയിലെ ഏകപ്പെട്ടൊരു സപ്പോർട്ട് അത് മാത്രമാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.